നമസ്കാരം. ലോക ക്രിക്കറ്റിലെ കിങ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ബാറ്റ്സ്മാനാണ് ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി. റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് മുന്നേറുന്ന അദ്ദേഹം മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. കോഹ്ലിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പേരാണ് ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റേത്. കോഹ്ലി കിങ് ആയതിനാൽ ശുഭ്മാൻ ഗില്ലിനെ പ്രിൻസ് എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 3 ഫോർമാറ്റുകളിലും ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ ഗില്ല് ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ഫേവറേറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ആദ്യത്തെ പടിയായിട്ടാണ് അടുത്തിടെ ശ്രീലങ്കയുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളിൽ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻ പദവി നൽകിയിരിക്കുന്നത്. മാത്രമല്ല അതിനു മുമ്പ് സിംബാബ്വെക്കെതിരായ T20 പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചതും ഗില്ല് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ കോഹ്ലിയുടെ പിൻഗാമിയാവാൻ ഈ 24-കാരനായ ശുഭ്മാൻ ഗില്ലിന് സാധിക്കുമോ? 25-ാം വയസ്സിൽ ഗില്ലിന്റെയും കോഹ്ലിയുടെയും പ്രകടനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ആരാണ് കേമനെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2008-ലാണ് ഇന്ത്യൻ സീനിയർ ടീമിനായി വിരാട് കോഹ്ലി അരങ്ങേറുന്നത്. ICCയുടെ അണ്ടർ-19 ലോകകപ്പിൽ കോഹ്ലിക്ക് കീഴിലാണ് ഇന്ത്യൻ ടീം ജേതാക്കളുമായത്. ഈ ടൂർണമെന്റിന് ശേഷമാണ് വിരാട് കോഹ്ലിക്ക് ദേശീയ ടീമിലേക്ക് വിളിയെത്തിയിരുന്നത്. 2008 ഓഗസ്റ്റ് 18-ന് സീനിയർ ടീമിനായി അരങ്ങേറിയ വിരാട് കോഹ്ലി 25-ാമത്തെ വയസ്സ് തികഞ്ഞത് 2013 നവംബർ 4-നായിരുന്നു. ഗില്ലിനാവട്ടെ ഇനിയും 25 വയസ്സ് ആയിട്ടില്ല, 24 വയസ്സാണ് ഇപ്പോഴും. 25-ാം വയസ്സ് വരെയുള്ള കോഹ്ലിയുടെയും ഗില്ലിന്റെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനം താരതമ്യം ചെയ്താൽ ഇരുവരും തമ്മിൽ വലിയ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗില്ലിനേക്കാൾ ഒരുപാട് മുകളിലാണ് 25-ാം വയസ്സിലെ കോഹ്ലി ഉണ്ടായിരുന്നത്. 47.72 ശരാശരിയോടെ 78.48 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കോഹ്ലിയുടെ സമ്പാദ്യം 6681 റൺസ് ആയിരുന്നു. പക്ഷെ ഗില്ലിന് അദ്ദേഹത്തിന്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് ഗില്ല് അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത്. റൺ വേട്ടയിൽ കോഹ്ലി ഏറെ മുന്നിൽ തന്നെയാണ്. 25-ാം വയസ്സ് വരെ ഗില്ലിന് നേടാനായത് 4398 റൺസ് ആണ്. 43.54 ശരാശരിയിൽ 84.31 സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് നേടിയത്. റൺസിന്റെ കാര്യത്തിൽ കോഹ്ലിയേക്കാൾ ഏറെ പിന്നിലാണ് ഗില്ല്. 25-ാം വയസ്സിൽ ഗില്ലിനേക്കാൾ 2283 റൺസ് അധികമായി വിരാട് കോഹ്ലി നേടിയിരുന്നു. ഇനി 3 ഫോർമാറ്റുകൾ തിരിച്ച് ഇരുവരെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഏകദിനത്തിലും T20-യിലും കൂടുതൽ റൺസ് ഉള്ളത് വിരാട് കോഹ്ലിക്ക് തന്നെയാണ്. ഗില്ലാവട്ടെ ടെസ്റ്റിൽ അല്പം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ടെസ്റ്റിൽ 41.96 ശരാശരിയിൽ കോഹ്ലി നേടിയത് 1175 റൺസ് ആണെങ്കിൽ ഗില്ല് 35.52 ശരാശരിയിൽ സ്കോർ ചെയ്തത് 1492 റൺസ് ആണ്. ഏകദിനത്തിലേക്ക് വന്നാൽ അവിടെ കോഹ്ലി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏകദിനത്തിൽ 51.77 ശരാശരിയിൽ 88.48 സ്ട്രൈക്ക് റേറ്റോടെ 4919 റൺസ് കോഹ്ലി അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഗില്ലാവട്ടെ 58.20 ശരാശരിയിൽ 101.74 സ്ട്രൈക്ക് റേറ്റോടെ നേടിയത് 2328 റൺസ് ആണ്. T20-യിലെ പ്രകടനം നോക്കിയാൽ കോഹ്ലി 34.52 ശരാശരിയിൽ 130.44 സ്ട്രൈക്ക് റേറ്റിൽ 587 റൺസ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഗില്ലാണെങ്കിൽ 30.42 ശരാശരിയിൽ 139.2 സ്ട്രൈക്ക് റേറ്റിൽ 578 റൺസ് നേടിയിട്ടുണ്ട്. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.